ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ആത്മീയ ശുദ്ധീകരണത്തിന്റെ 35 ദിനങ്ങൾ കടന്നുപോയി. ഇന്ന് 36-ാം ദിനം. ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 46 മുതൽ 52 വരെയുള്ള വാക്യങ്ങൾ. നമുക്ക് ഏറ്റവും സുപരിചിതനായ എന്നാൽ അപരിചിതനായ ബർത്തിമായി. അപരിചിതൻ എന്ന് പറയാൻ കാരണം അന്ധനായ ബർത്തിമായി നമുക്കറിയാം. പക്ഷെ കാഴ്ചയുള്ള ബർത്തിമായിയോ? ഈ ഒരു എളിയ ചിന്തയാണ് ആദ്യമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. യേശുവിനെ കണ്ടില്ലാത്ത ബർത്തിമായി യേശു ആരെന്ന സത്യം ലോകത്തോട് വിളിച്ചു പറയുന്നു. ദാവീദ് പുത്ര ഇന്ന് അവന്റെ വിളി. യേശുവാണ് പഴയ നിയമത്തിൽ പ്രവചിക്കപ്പെട്ട മെശിഹ എന്ന ഉൾക്കാഴ്ച അവനുണ്ടായിരുന്നു. ക്രിസ്തുവിന്റെ കൂടെ നടന്നവരെക്കാൾ മുൻപേ ക്രിസ്തു ലോകത്തിന്റെ വിമോചകനാണെന്ന തിരിച്ചറിവ് അവന് നൽകിയത് അവന്റെ ആത്മീയ ദൃഷ്ടിയാണ്. ഈ ഉൾക്കാഴ്ചയാണ് എനിക്കും നിങ്ങൾക്കും വേണ്ടത്. ലോകത്തിന്റെ നന്മദിനങ്ങളെ തിരിച്ചറിയുന്ന ഉൾക്കണ്ണ് ലഭിക്കുവാൻ നാം ക്രിസ്തുവിനൊപ്പം നടക്കണം. വേദഭാഗത്തേക്ക് നാം വരുമ്പോൾ നാം കാണുന്ന അടുത്ത കാഴ്ച തന്റെ പുതപ്പ് വലിച്ചെറിയുന്ന ബർത്തിമായിയാണ്. തന്റെ കംഫർട്ട് സോൺസിനെ ഉപേക്ഷിക്കുന്ന ബർത്തിമായി. അവന്റെ ഏറ്റവും സുരക്ഷിതമായ ഇടമാണ് അവന്റെ പുതപ്പ്. ക്രിസ്തുവിന് വിളി ലഭിച്ച ഉടൻ തന്നെ, കാഴ്ച ലഭിക്കുന്നതിന് മുൻപ് തന്നെ തന്റെ ഏക ആശ്രയം അവൻ ഉപേക്ഷിച്ചു. അതിന് അവൻ തയ്യാറായപ്പോഴാണ് അവന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിച്ചത്. നോബന്റെ ഈ കാലത്തിൽ ക്രിസ്തുവിൽ നിന്നും അവന്റെ വിളിയിൽ നിന്നും നമ്മെ അകറ്റുന്ന കംഫർട്ട് സോൺസുകൾ, നമ്മുടെ ക്ഷീരങ്ങൾ ഉപേക്ഷിക്കുവാൻ നമുക്ക് തയ്യാറാകാം. എനിക്കും നിങ്ങൾക്കും അതിന് കഴിയുമ്പോഴാണ് ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. ചില പഴയ ശീലങ്ങൾ മാറ്റുക തന്നെ വേണം. നമ്മുടെ വേദഭാഗത്ത് നാം കാണുന്ന അടുത്ത കാഴ്ച ബർത്തിമായിയുടെ വിശ്വാസമാണ്. കാഴ്ച ലഭിക്കുന്നതിന് മുൻപ് തന്നെ പുതപ്പ് കളഞ്ഞത് എന്തുകൊണ്ട് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സാധാരണ മനുഷ്യൻ കാണുമ്പോഴാണ് വിശ്വസിക്കുന്നത്. എന്നാൽ ബർത്തിമായി വിശ്വസിച്ചത് കൊണ്ട് കണ്ട വ്യക്തിയാണ്. ക്രിസ്തു എന്നെ തൊട്ടാൽ, എന്നെ വിളിച്ചാൽ എന്റെ ജീവിതം മാറും എന്ന ഉറപ്പ് അവനുണ്ടായിരുന്നു. ആ ഉറപ്പാണ് അവനെ പുതപ്പ് കളയാൻ പ്രേരിപ്പിച്ചത്. ബർത്തിമായിക്ക് ക്രിസ്തുവിന്മേലുള്ള ഉറപ്പ് എനിക്കും നിങ്ങൾക്കും ക്രിസ്തുവിലുണ്ടോ? നാം ഈ നോമ്പുകാലത്തിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അവസാനമായി ഒരു ചോദ്യം, ഒരു ചെറിയ ചിന്ത കൂടി. ബർത്തിമായിയുടെ ലക്ഷ്യബോധം നമുക്കുണ്ടോ? അവൻ ക്രിസ്തുവിന്റെ അടുക്കൽ എത്തുമ്പോൾ ക്രിസ്തുവിന്റെ ചോദ്യം, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരേണം? അവന്റെ ഉത്തരം കൃത്യമായിരുന്നു, കാഴ്ച. കാരണം അവന്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത് കാഴ്ചയാണ് എന്ന ബോധ്യം അവനുണ്ടായിരുന്നു. ഈ നോമ്പുകാലത്ത് എന്റെ ജീവിതത്തിൽ വരുത്തേണ്ട ഏറ്റവും അത്യാവശ്യമായ മാറ്റം എന്താണ്? അതിനെക്കുറിച്ചുള്ള തിരിച്ചറിവ് എനിക്കും നിങ്ങൾക്കുമുണ്ടോ? ലോകത്തിന്റെ ശകാരം കേട്ട് ക്രിസ്തു എന്ന ലക്ഷ്യം ബർത്തിമായി ഉപേക്ഷിച്ചിരുന്നുവെങ്കിൽ അവന് കാഴ്ച ലഭിക്കില്ല. ലോകത്തിന്റെ ശബ്ദങ്ങളുടെ മേൽ നമ്മുടെ ലക്ഷ്യങ്ങൾ നിശബ്ദമാക്കപ്പെടാൻ പാടില്ല. ബർത്തിമായിയെ പോലെ ഉൾക്കാഴ്ചയുള്ളവരായി വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് കംഫർട്ട് സോൺസുകളെ തകർക്കുവാൻ, ലക്ഷ്യബോധത്തോടെ ജീവിതത്തെ രൂപപ്പെടുത്തുവാൻ, ക്രിസ്തുവിൽ വളരുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. അതിന് ക്രിസ്തു നമ്മളോടൊപ്പം തുണയായിരിക്കട്ടെ. നന്ദി.